നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ തങ്ങളുടെ മാതാപിതാക്കളുടെ കഴിഞ്ഞ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ അതായത് SIR വിവരങ്ങൾ ഇനി മുതൽ നിർബന്ധമായി നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഓൺലൈനായി വോട്ടർ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് ഈ പ്രഖ്യാപനം നിർബന്ധമാക്കിയിരിക്കുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക്, പുതുതായി വോട്ടവകാശം ലഭിച്ചവർക്കും, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കും വീണ്ടും പേര് ചേർക്കാനായി ഉപയോഗിക്കുന്ന നിയമപരമായ ഫോം 6 ഈ പുതിയ നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഫോമിൽ ഔപചാരികമായി ഭേദഗതി വരുത്തിയിട്ടില്ലെങ്കിലും ഭരണഘടനാപരമായ നിർദ്ദേശങ്ങളിലൂടെയാണ് ഓൺലൈൻ അപേക്ഷകർക്ക് ഇത് നിർബന്ധമാക്കിയതെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കമ്മീഷന്റെ ഇസിനെറ്റ് പോർട്ടലിൽ ലഭ്യമായ ഓൺലൈൻ ഫോം 6 മാതാപിതാക്കളുടെ വിവരങ്ങൾ നൽകുന്ന ഭാഗം പൂരിപ്പിക്കാതെ അപേക്ഷകർക്ക് ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല. മുൻ SIR വോട്ടർ പട്ടികയിൽ അപേക്ഷകന്റെയോ മാതാപിതാക്കളുടെയോ പേര് ഉണ്ടോ എന്ന് വ്യക്തമാക്കുന്ന 3 ഓപ്ഷനുകളാണ് പോർട്ടലിൽ നൽകിയിരിക്കുന്നത്. സ്വന്തം പേരുണ്ടായിരുന്നോ എന്ന ഓപ്ഷൻ, മാതാപിതാക്കളുടെയോ മുത്തശ്ശന്മാരുടെയോ പേരുണ്ടായിരുന്നു എന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ആരുടെയും പേര് ഉൾപ്പെടുന്നില്ല എന്ന ഓപ്ഷൻ എന്നിവയാണിവ. ആദ്യത്തെ 2 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിനൊപ്പം നിയമസഭാ മണ്ഡലം, പോളിംഗ് ബൂത്ത് നമ്പർ, മുൻ SIR പ്രകാരമുള്ള സീരിയൽ നമ്പർ എന്നിവ നൽകേണ്ടതുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നവർക്ക് എന്ത് നടപടിയാണ് നേരിടേണ്ടി വരിക എന്ന പോർട്ടലിൽ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂണിൽ ബീഹാറിൽ നടന്ന SIR പ്രക്രിയയാണ് ഈ പുതിയ നിബന്ധന ആദ്യമായി പരീക്ഷിച്ചത്. വോട്ടർമാരെ കൃത്യമായി അടയാളപ്പെടുത്താനും പുതിയ വോട്ടർമാർ സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളുടെ എണ്ണം കുറയ്ക്കാനും ഈ വിവര ശേഖരണം സഹായിക്കുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസിന്റെ ഔദ്യോഗിക മാറ്റങ്ങൾ വരുത്താതെയാണ് കമ്മീഷൻ ഈ പുതിയ മാറ്റം നടപ്പിലാക്കിയിരിക്കുന്നത്. രാജ്യത്തുടനീളം ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാനും മരിച്ചവരുടെയും താമസം മാറിയവരുടെയും വിദേശികളുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായാണ് ഈ നടപടി. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്.